മുദ്രാവാക്യം വിളിയുണ്ടല്ലോ, കെ സുധാകരൻ തിരിച്ച് KPCC ഓഫീസിലെത്തുമ്പോഴുള്ള മുദ്രാവാക്യം വിളി. ആ മുദ്രാവാക്യം വിളി ചെന്ന് തറക്കുന്നത് VD സതീശൻ്റെ നെഞ്ചിലാണ്. VD സതീശൻ്റെ മാത്രമല്ല, KC വേണുഗോപാലിൻ്റെയും നെഞ്ചിലാണ്. തന്നെ മാറ്റി നിർത്താൻ, തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചവരുടെ എല്ലാവരുടെയും നെഞ്ചിലാണ്. യഥാർത്ഥത്തിൽ കെ സുധാകരൻ ചെയ്തത് KPCC ഓഫീസിലെത്തി KPCC പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുക്കുക മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ KPCC ആസ്ഥാനം പിടിച്ചെടുക്കുകയാണ്. KPCC ആസ്ഥാനം തൻ്റെ അനുയായികളെ കൊണ്ടുവന്ന് തൻ്റെ അനുയായികളുടെ മുദ്രാവാക്യം വിളികളോടെ KPCC ഓഫീസിനകത്ത് കയറി പിടിച്ചെടുക്കുകയാണ് ചെയ്തത് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. അതിനുശേഷം KPCC പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ചിരിച്ച് ഉല്ലസിച്ച് വിജയ ശ്രീലാളിതനായ ഒരു പോരാളിയെ പോലെ നമുക്ക് കെ സുധാകരനെ കാണാം വാർത്താ സമ്മേളനത്തിൽ. അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റാൻ ഇനി ആരെ കൊണ്ടും കഴിയില്ല എന്ന്. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, AICC ആണ് തീരുമാനിക്കേണ്ടത്, AICC തീരുമാനിച്ചാൽ ആ തീരുമാനം ഞാൻ അംഗീകരിക്കും എന്ന്. ഇലക്ഷൻ റിസൾട്ടിന് ശേഷം കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. 20-ൽ സീറ്റും ജയിക്കും എന്നാണ് കോൺഗ്രസ് ഇപ്പോഴും അവകാശവാദം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലെ കോൺഗ്രസിന്റെ മുദ്രാവാക്യം 20-20 എന്നായിരുന്നു. 20-ൽ പോയിട്ട് ഒരു 10 സീറ്റെങ്കിലും കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ അവസ്ഥ ദയനീയമായിരിക്കും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിനകം തന്നെ 4 സീറ്റ് കൊടുത്തിട്ടുണ്ട് LDFന് കോൺഗ്രസ്. അതിനുശേഷം 2 സീറ്റിൽ സ്ഥാനാർത്ഥികൾ തന്നെ തോക്കുമെന്ന സൂചന നൽകിയിട്ടുണ്ട്. അത് തൃശ്ശൂരും കോഴിക്കോടുമാണ്. അങ്ങനെ 8 സീറ്റ് ഇതിനകം UDF തന്നെ കൊടുത്തു LDFന്. എന്ന് വെച്ചാൽ 20-ൽ 12 മാത്രമേ ഇപ്പോൾ അവരുടെ കയ്യിലുള്ള കണക്കിലുള്ളൂ. അപ്പോഴും പറയുന്നത് സ്ഥാനാർത്ഥികൾ തന്ന കണക്കനുസരിച്ചാണ് ഈ നിഗമനത്തിലെത്തിയത് എന്നാണ്. ബൂത്തുകളിൽ നിന്ന് ഇതുവരെയും കണക്ക് കിട്ടിയിട്ടില്ല. ബൂത്തുകളിൽ നിന്ന് കണക്ക് 24-ന് മുമ്പ് തരണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ KPCCയുടെ അവലോകന യോഗം. അത് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എത്ര സീറ്റ് കിട്ടും എന്ന്. ഏതായാലും 20-20 എന്ന മുദ്രാവാക്യത്തിൽ ഉറച്ചു നിൽക്കുന്നു കോൺഗ്രസ്. അതിൽ നിന്ന് താഴോട്ട് പോയാൽ ആരുടെയൊക്കെ തലതെറിക്കും? തലതെറിക്കേണ്ടതിൽ ഒന്നാമത്തെയാൾ KPCC പ്രസിഡന്റ് ആയിരിക്കില്ലേ? പിന്നീട് പ്രതിപക്ഷ നേതാവ് VD സതീശനായിരിക്കില്ലേ? അങ്ങനെ അല്ലാതിരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ആകാതിരിക്കുന്നതിന് വേണ്ടി ചില നീക്കങ്ങൾ ഇപ്പോഴേ VD സതീശനും MM ഹസനും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ അവലോകന യോഗത്തിൻ്റെ വിലയിരുത്തൽ പ്രധാനമായും ജയിക്കുന്നത് സർക്കാർ വിരുദ്ധ വോട്ടിൻ്റെ ബലത്തിലായിരിക്കും. സംഘടനാ സംവിധാനം തകർന്നു കിടക്കുകയാണ് എന്ന്. സംഘടനാ സംവിധാനം തകർന്നു കിടക്കാൻ ആരാണ് ഉത്തരവാദി? KPCC പ്രസിഡന്റായ കെ സുധാകരനാണ്. അങ്ങനെ കെ സുധാകരനെ അതുവെച്ച് വലിച്ച് താഴെയിടാം എന്നാണ് MM ഹസനും VD സതീശനും KC വേണുഗോപാലും അടക്കമുള്ളവർ ഇപ്പോൾ ആലോചിക്കുന്നത്. പക്ഷേ രമേശ് ചെന്നിത്തല കെ സുധാകരനോടൊപ്പം നിൽക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ തലവേദന ഈ കെ സുധാകര വിരുദ്ധ ഗ്രൂപ്പുകാർക്ക്. എന്നാൽ കെ സുധാകരൻ തിരിച്ച് കൃത്യമായ ആലോചനയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ വാദം? ഞാൻ ഈ ഇലക്ഷൻ പര്യടനത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഇലക്ഷൻ പ്രചാരണത്തിൽ കണ്ണൂരിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാനൊരു മണ്ഡലത്തിലും പ്രചാരണത്തിന് പോയില്ല, കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല. എല്ലാം നിയന്ത്രിച്ചത് MM ഹസൻ, KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരാണ്. ആക്ടിംഗ് പ്രസിഡന്റായ MM ഹസൻ തന്നെ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. 4 പേർ സംഘമാണ്, ഞങ്ങൾ 4 പേരാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചത് എന്ന്. ആലപ്പുഴയിൽ പോയി KC വേണുഗോപാലുമായി ചർച്ച നടത്തി. ആര്, എവിടെ, എന്തൊക്കെ വാർത്താ സമ്മേളനം നടത്തണമെന്ന് പോലും, എന്താണ് ഇന്നത്തെ ചർച്ചാ വിഷയമാക്കേണ്ടത് എന്നതിനെക്കുറിച്ച്, ഓരോ മണ്ഡലത്തിലെയും ഇലക്ഷൻ പ്രവർത്തനത്തെക്കുറിച്ച് അവലോകനം ചെയ്ത് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോയത് ഞങ്ങൾ 4 പേരാണ് എന്ന് മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ MM ഹസൻ പറയുന്നുണ്ട്. അതോടുകൂടി ഉത്തരവാദിത്വം ഈ 4 പേരിലായിട്ടുണ്ട് എന്ന കാര്യം സംശയമേ ഇല്ല. അതുകൊണ്ട് തോൽവിയുടെ കാരണം നിങ്ങൾ 4 പേരാണ് എന്ന് പറയാനുറച്ചാണ് ഇപ്പോൾ കെ സുധാകരൻ വന്നിരിക്കുന്നത്. ഏതായാലും ഇലക്ഷന് ശേഷം ഈ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധം തന്നെ ഉണ്ടാകുമെന്ന കാര്യം സംശയമേ ഇല്ല. 20-20 സീറ്റ് നേടി വിജയിച്ചാൽ, അല്ലെങ്കിൽ ഒരു തമ്പിങ് വിക്ടറി എന്ന് വെച്ചാൽ നിലനിൽക്കാൻ കഴിയുന്ന ഒരു വിജയം ഉണ്ടായാൽ, ഒരു 15 സീറ്റിലധികം സീറ്റുകൾ നേടിയാൽ പറഞ്ഞു നിൽക്കാൻ കഴിയും KPCCക്കും കോൺഗ്രസിനും. അതല്ല, അതിൽ താഴേക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. 12 സീറ്റ് ജയിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് LDF ഉള്ളത്. ആത്മവിശ്വാസം LDF ക്യാമ്പിലുണ്ട്. LDF ക്യാമ്പിലെ ഈ ആത്മവിശ്വാസം UDF ക്യാമ്പിൽ വല്ലാത്ത ആശങ്ക പടർത്തിയിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്ര ഉറച്ച് 12 സീറ്റ് എന്ന് പറയുന്നത്? ജയിക്കുമെന്ന ഉറപ്പിലാണ്, 12 സീറ്റ് നേടുമെന്ന ഉറപ്പിലാണ് മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും വിദേശയാത്ര നടത്തുന്നത്.
വിദേശയാത്ര നടത്തി തിരിച്ചു വന്നാൽ സ്വാഭാവികമായും കേരള രാഷ്ട്രീയം വീണ്ടും സജീവമാകും എന്ന കാര്യം സംശയമേയില്ല. ഇലക്ഷൻ റിസൾട്ടോടുകൂടി കോൺഗ്രസിനകത്ത് എന്ത് സംഭവിക്കും എന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. LDF പറഞ്ഞതുപോലെ 12 സീറ്റ് LDFന് കിട്ടിയാൽ കോൺഗ്രസിന്റെ കാര്യം അധോഗതി തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. അതേപോലെ തന്നെ BJPയിലെ അവസ്ഥ. BJP എല്ലാ മണ്ഡലത്തിലും 3ാം സ്ഥാനത്ത് പോയാൽ സ്വാഭാവികമായും BJPക്കകത്തും വലിയ പൊട്ടിത്തെറിയാണ് വരാൻ പോകുന്നത്. എന്തായാലും ഇലക്ഷന് ശേഷം കേരള രാഷ്ട്രീയം സംഭവ ബഹുലമായിരിക്കും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഇപ്പോൾ തന്നെ ഉറപ്പായിട്ടുണ്ട്.